അസ്സലാമലൈക്കും ചെങ്ങന്മാരെ, ഞാൻ നിങ്ങളെ സ്വന്തം. അപ്പം നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു സ്ഥലം വരെ ചെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ എന്താ മഴല്ലേ, അല്ലാത്ത ദിവസം ഒന്നും പെയ്യില്ല. ഇപ്പം കിടന്ന് പെയ്യാണ്. നല്ലൊരു ബൈക്ക് പോകുമ്പോൾ ഇപ്പം തുടങ്ങിയ പ്രശ്നം. എനിക്കിപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആർക്കറിയോ? ഈ കുതിരക്ക് ഇപ്പോൾ പ്രശ്നമുണ്ട്. എന്താ അറിയോ? ഇവന് എന്തോ മറ്റേ ഇത് സാധനത്തെ പൊന്തിക്കണ തോന്നാണ്. ചുനാപ്പിളി ഏത് ടാങ്കത്തെ കോലത്തല്ലേ പൈപ്പ്, ആ സാധനത്തെ പൊന്തിക്കണം. അതിൽ മിനിമം 100-150 എണ്ണ ആണെന്ന് തോന്നണത്. എണ്ണ ഉണ്ടോ അതിൽ? എന്നിട്ടും ചടയാടി മോൻ ഓണാക്കി അപ്പോൾ ഓഫാവും. ഇപ്പം എണ്ണ വാങ്ങിക്കൊണ്ടിരണം ഞാൻ പോയിട്ട്. എണ്ണ ഇനി പോയിട്ട് ഒരു 100 രൂപയ്ക്ക് അടിച്ചാലാകുമ്പോൾ മിനിമം ഓടുള്ളൂ. ഇത് എണ്ണ ഉണ്ട്, അതാ രസം. എന്നിട്ടും ലെവൻ വർക്കാവുന്നില്ല. ഇതൊരു കഷ്ടം. നോക്കി ഒരു ബൈക്ക് ഇറങ്ങിയപ്പോൾ 20 minutes later. അവിടെ കിടക്കണ കിടപ്പുണ്ടല്ലോ അവൻ. പൂരത്താൻ കെട്ടാൻ മനുഷ്യൻ്റെ പണി തരാൻ ഒരു 1.5 കിലോമീറ്റർ അങ്ങോട്ട്, ഒരു 1.5 കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നു. എണ്ണ വാങ്ങി ഒഴിച്ച് പോട്ട മക്കളെ. ആയി ഇതാര് എനിക്ക് തോന്നണം എന്താ അറിയോ, ഇവനെ 50 രൂപയ്ക്കോ 100 രൂപയ്ക്ക് മാത്രം അടിക്കലുള്ളേ. അങ്ങനെ അടിച്ചടിച്ച് ഇപ്പം എനിക്ക് പണി തന്നാ പോകുന്നുണ്ട്. നോക്കട്ടെ എണ്ണ അവിടെ കുലുങ്ങണുണ്ടോ? അല്ല, അത് എത്ര ഒരു കൊല്ലത്തിന് ഓടാനുള്ള എണ്ണ ഉണ്ടാവില്ല. അങ്ങനെയാണ് അത്രക്ക് എണ്ണ ഉണ്ട്. ഇപ്പം മറ്റേ എണ്ണ കൂടി വെച്ചപ്പോൾ ഈ എണ്ണയൊക്കെ എത്ര ഓടാ. പ്രശ്നം കാണിച്ചാൽ എന്താ പ്രശ്നം എന്നൊക്കെ മനസ്സിലായില്ല. സ്റ്റാർട്ടാവും, ചുമ തന്നെ ഓഫാവും. ആക്സിലേറ്റർ ഉണ്ടാവും, ഫോണില്ല, ഓഫായി. സ്റ്റാർട്ടാക്കാണ്. സ്റ്റാർട്ടായി. സ്റ്റാർട്ടാവില്ല. ബാറ്ററി അത്ര തോന്നുന്നു. സ്റ്റാർട്ടാവും ബട്ട് ഓഫാവും. ഒരു ആക്സിലേറ്റർ പിടിക്കുന്നില്ല. റോഡിൻ്റെ അവിടെ നിന്ന് ഞാൻ ഇവിടേക്ക് മാറ്റി വെച്ചു. അവിടെ കിടക്കി തബനെ കാട്ട. ഞാൻ ഇപ്പം വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. നെക്കിരി പോലും സ്റ്റാർട്ടാവണില്ല, കിക്കറടിച്ചും സ്റ്റാർട്ടാവണില്ല. നമ്മളിനി നടക്കട്ടെ പേരേക്ക്. ചായ പോലും കുടിച്ചില്ല. 6 മണിക്ക് ഇറങ്ങി. നമ്മളെ റോട്ടിലൊക്കെ ഇത് പതിവ് കാഴ്ചട്ടോ. വെള്ളം കെട്ടി നിൽക്കണ പരിപാടി. ഒരു കുഞ്ഞൊരു ചാലുണ്ട്. ഈ ചാല് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളം കിട്ടും. ഇവിടെയൊക്കെ ഏതായാലും വെള്ളത്തിൽ കൂടെ നടക്കും. കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ. കിളങ്ങ ഇപ്പം അന്ന ഭയല്ലാന്ന പുല്ലാന്ന് വിചാരിക്കണേ. പുല്ല് തന്നെയാണ്, പക്ഷെ അത് ഇതൊരു കുളം ആക്കളെ കുളം. പുള്ളി കാട് വെച്ച് നിൽക്കണ നോക്കണ്ട. വേനൽക്കാലത്തല്ലേ കാടുണ്ടാവില്ല. പക്ഷെ ഇവിടെ ഒരു കുളമുണ്ട്. ഇതിനടിയിലാണെന്ന് മാത്രം. വെള്ളമുണ്ട്, ഫുള്ള് വെള്ളമാണ്. അവിടെ നിറഞ്ഞാൽ റോട്ട് ഇങ്ങോട്ട് കയറും. കണ്ടോ, രാവിലത്തെ പുകയാണ്, ഫുഡിൻ്റെ പുകയാണ് ഇപ്പോൾ വരേണ്ടത്. ഇതാ ഇങ്ങനെ ഒരു ബൈക്ക് കൂടെ ഇങ്ങനെ അതിൻ്റെ പേരെത്തി തരച്ചക്കേട്ടനോ ഉണ്ടോ. വണ്ടീൻ്റെ ഒരു ശബ്ദം ഉണ്ടാവില്ല. കൊക്കുരക്കോ ശബ്ദം, കിളി ശബ്ദം, പിന്നെന്തോ ജീവിൻ്റെ ശബ്ദം. അങ്ങനെ ഉള്ളു. പെരത്തി കാണുന്ന വൈറ്റ് നടന്നു. അത്ര നടക്കാണല്ലോ, കുറച്ച് നടക്കാണല്ലോ. പ്രകൃതി രമണീയമാണ് വയ്യൊക്കെങ്കിലും, ബാക്കിയൊന്നും രമണീയമല്ല. ഇതാണ് ഉരുളങ്ങ. നിങ്ങൾക്ക് അറിയാം, കറിയൊക്കെ പറ്റിപ്പോയി. ഇത് ബീഫ് കറി. ബീഫൊന്നുമില്ല, പക്ഷേ ബീഫ് കറീൻ്റെത്. ബീഫ് ചെറുതായിട്ട് എവിടെയെങ്കിലൊക്കെ കാണും. ദോശങ്ങളൊക്കെ ബൾക്കിങ് തന്നെ. എന്നെക്കൊണ്ട് എനിക്ക് വയ്യ. തിന്നിട്ട് നല്ല ബെസ്റ്റുണ്ടെന്ന് വാർത്തിങ്ങാണ്ട് കുത്തിറക്കാണ്ടാവില്ല തന്നെ അവിടെ അടുത്ത് നിന്നിട്ടേ. ഈ വണ്ടി കൊണ്ടുപോയി വർക്ക്ഷോപ്പിലുണ്ട്. വേറൊരു അവസ്ഥ ഞാൻ കാണുന്നില്ല. വണ്ടി കൊണ്ടുപോയി വർക്ക്ഷോപ്പിലിടുക, നന്നാക്കുക. ഹെൽമെറ്റ് എടുത്ത് ഞാൻ വന്നു. രാവിലെ പോയി ഉച്ചയ്ക്ക് ചോറുന്നു. വൈകുന്നേരമായി ഇവിടെ എത്തുന്നു. ഇവിടെ കട തുറന്നു കേട്ടോ. തുറക്കലില്ലല്ലോ സ്വാഭാവികമായിട്ടും. അപ്പുറത്ത് വർക്ക്ഷോപ്പുണ്ട്, എടുത്ത് നോക്കട്ടെ വണ്ടി. ഫൈനലി നമ്മളിതാ വണ്ടി വർക്ക്ഷോപ്പിൽ ഒരു 2 കിലോമീറ്റർ ഉന്തി തള്ളി മക്കളെ. പരപ്പാടിലെ വർക്ക്ഷോപ്പ് തുറന്നില്ല. ഉന്തി തള്ളി വർക്ക്ഷോപ്പിലെത്തി. ഇവിടുന്ന് ഒരുത്തൻ ഓടിക്കണ പറഞ്ഞ എടുത്തേനെ. എന്ന് വെച്ചാൽ ഞാൻ സ്റ്റാർട്ടാക്കുമ്പോൾ സ്റ്റാർട്ടായില്ല, അല്ലാത്തപ്പോൾ സ്റ്റാർട്ടായും ചെയ്ത്. അപ്പോൾ സ്റ്റാർട്ടാവുണ്ടല്ലോ പറഞ്ഞിട്ട് ഇവിടുത്തെ ചങ്ങായി എന്ത് ചെയ്ത് കൊണ്ടുപോയി. വണ്ടി എങ്ങോട്ടാണ് കൊണ്ടുപോയി? ആ ഭാഗത്ത് കാണാൻ, ഈ ഭാഗത്ത് കാണാൻ എനിക്ക് ഉറപ്പില്ല. വണ്ടി പോയി കാണുന്നില്ല. ഞാൻ പറഞ്ഞു കുറച്ച് ഓടുള്ളൂ, വണ്ടി നിൽക്കുമെന്ന് പറഞ്ഞു. അവിടെ നിന്നുകണ പച്ചമ്പരാനറിയാം. സ്റ്റാർട്ടായി ഓടുന്നു, അവൻ്റെ കൈ കിട്ടുമ്പോൾ വണ്ടി ഇപ്പോൾ കാണുന്നില്ല. അതാ പോയിന്നാ തോന്നണേ. എവിടെയോ നിൽക്കണ്ടാവും. ഈ മോനിക്ക് എന്താ പ്രശ്നം? എന്നാ കട്ടേച്ച് കൊടുത്തിട്ടുണ്ട്.
ആകെ വെള്ളം കയറുകയാണെങ്കിൽ എന്താണ് സംഗതി പോയ വർക്കാവുന്ന തോന്നുന്നു. ചോക്ക് വർക്കാവില്ല ഒന്നാമത്തെ വിഷയം. ഇവൻ ഓനെ ഓടിച്ചപ്പോൾ നല്ലതൊക്കെ വാങ്ങി എന്നിട്ട് വണ്ടി ഓടി തിരിച്ചെത്തി. ഞാനാക്കുമ്പോഴാണ് എനിക്ക് വിഷയം ഇങ്ങനെ കണ്ടുവിട്ടോ. ഞാൻ രാവിലെ വ്ലോഗ് തുടങ്ങിയ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. രാത്രി 7:45 ടൈം ഏകദേശം. സത്യം പറഞ്ഞാൽ എന്താ പറയുക, വേദനയാണല്ലോ വണ്ടീനെ ആകെ പണി തന്നിട്ട്. എന്നിട്ട് ഇപ്പോൾ ഇനി രാവിലെ പണി തരാമല്ലോ. ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ നിന്ന് ചോക്ക് മാറ്റാൻ പറഞ്ഞു. അതതിൻ്റെ വിഷയമല്ല, അതെനിക്ക് മനസ്സിലായി. ചോക്ക് മാറ്റാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ചോക്ക് വർക്കാവില്ല അതിനോട് തന്നെ. അപ്പോൾ അത് മാറ്റാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് ചോക്ക് പുതിയത് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു ആക്സസറീസിൻ്റെ കടയിൽ നിന്ന്. അപ്പം അതുണ്ട്, ഇനി അതും മാറ്റണം. പിന്നെ ഈ രാവിലെ ഓണാവുക നോക്കണല്ലോ. രാവിലെ ഓണാവുമെന്ന് അറിഞ്ഞൂടാ. ഇനി ഇന്നത്തെ രാവിലത്തെ പോലെ പണി കിട്ടുമെന്നാണ് ഡൗട്ട്. നമുക്കുണ്ട് എല്ലാം പറഞ്ഞു തീർക്കാം, എന്തൊക്കെയുണ്ട് പറഞ്ഞു തീർക്കാം. അല്ലാതെ ഒരു ബൈക്കട്ട് ഇറങ്ങുമ്പോൾ നിൽക്കും, ഒരു ബൈക്കട്ട് ഇറങ്ങുമ്പോൾ അവനപ്പം നിൽക്കും. ഇത്ര പ്രശ്നം എന്ന് പറഞ്ഞൂടാ. എന്തെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാമല്ലോ. ഇതിനാണ് വെറുതെ മൊയിലാളീനെ വെറുതെ കഷ്ടപ്പെടുക്കല്ലേ. വെള്ളം കയറിയിരിക്കണമെന്ന് തോന്നുന്നു ടാങ്കിൽ. ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റക്കാവ് നിൽക്കുക. ഇപ്പം ഇല്ല, ഇനി രാവിലെ അവൻ തുടങ്ങുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം നല്ലൊരു വ്ളോഗിങ് ഇതായിട്ട് വരാൻ നിൽക്കുന്നു. എല്ലാം ഉള്ളവൻ അതാഹുവാക്കി. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഗിവ് അവേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കിട്ടോ. അപ്പം ബൈ ബൈ ഫുഹു വൈബ്സ്.